നമസ്കാരം ഗൈസ്, നമ്മളിന്ന് ജീവിക്കുന്നത് 2025-ലാണ്. സാമൂഹിക രാഷ്ട്രീയ കലാപരമായി നമ്മളിന്ന് വളരെയധികം മുന്നിലാണ്. എന്നിട്ടും എന്താണ് ഗൈസ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തൊക്കെയാണ് നടക്കുന്നേ? ഓ ഷിറ്റ്, ഇതല്ല ഞാൻ പറയുന്നത് വേറൊരു സംഭവത്തിനെ കുറിച്ചാണ്. നീ പറയുന്ന കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കാണിച്ചു കൊടുക്കാതെ താങ്ക് യു ബേബി. കുടുംബം പോലീസിനെ last week. Despite being in a relationship with Sharon. അതെ ഗൈസ്, ഇതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞു വന്നത്. ക്രൈംസ്, ദ ബ്രൂട്ടൽ ക്രൈംസ് ഇൻ കേരള. കാലത്ത് പേപ്പർ തുറന്ന ഇതേ ഉള്ളൂ. എന്ത് പടി? മുമ്പൊക്കെ ഇത്തരത്തിൽ സ്വർഗത്തിലേക്ക് വിസ കിട്ടുന്നവരുടെ എണ്ണം വളരെ കുറവായിരുന്നു. എന്നാൽ കലിയുഗമായി ഇപ്പോൾ അത് ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുകയാണ്. നമുക്കിതിനെതിരെ എന്ത് ചെയ്യാൻ പറ്റും ഗൈസ്? എന്ത് ചെയ്യാൻ പറ്റും? 2010 ഇന്ത്യ മൊത്തത്തിൽ രജിസ്റ്റർ ചെയ്ത ക്രൈമുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2,13,585 ആയിരുന്നു. എന്നാൽ ഇന്ന് കേരളത്തിൽ മാത്രമായിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്തത് 1,92,237 എണ്ണമാണ്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര ഭീകരമാണ് നമ്മുടെ കേരളത്തിന്റെ അവസ്ഥയെന്ന്. വെട്ടിക്കൊല്ലുന്നു, വെടിവെച്ച് കൊല്ലുന്നു, ജ്യൂസ് കൊടുത്ത് കൊല്ലുന്നു, സൈനൈഡ് കൊടുത്ത് കൊല്ലുന്നു, അങ്ങനെ എന്തുമാത്രം വിചിത്രമായ രീതികളിലാണ് ഇപ്പോൾ കൊലപാതകങ്ങളൊക്കെ നടക്കുന്നത്. ഇതൊക്കെ കണ്ട് മടുത്തിട്ട് കുറച്ച് പാട്ടായിട്ട് റിലാക്സ് ചെയ്യാന്ന് വെച്ചപ്പോഴാണ് അവിടെ ഓരോരുത്തന്മാർ ഇതിന്റെ അപ്പുറത്തെ കറാമറപ്പിളാണ് കാണിച്ചു കൂട്ടണത്. എൻ്റെ പൊന്നു ഗൈസ്, ഈ കാട്ടവരാഗത്തിനെയൊക്കെ പാട്ടെന്ന് വിളിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. ഐ റിയലി ജസ്റ്റ് ക്യാൻ ഡു ദാറ്റ്. എന്തോന്നാണ് ഗൈസ്, എന്തോന്നാണ് ഇതൊക്കെ? ഇതിൻ്റെ കാട്ടി നല്ല സെറ്റ് പൊളി സാധനം നമ്മളെ സന്തോഷ് പടേൻ്റെ സിനിമയിലുണ്ട്. എനിക്ക് മനസ്സിലാവാത്തത് ഇതൊന്നുമല്ല. ഈ അപരാധങ്ങളൊക്കെ കേട്ടിട്ട് ഒന്നും ചിരിക്കോലും ചെയ്യാതെ ഇത്ര മസിലും പിടിച്ച് ഇവന്മാർ ഇത് ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കണം എന്നാണ്. എന്നാൽ ഇവനെ സമ്മതിക്കണം, ഉരുക്കുപോലെ നിന്നുകള. അഭിമാനമുണ്ട് ഗോവിന്ദ, അഭിമാനമുണ്ട്. ഇനിയെങ്ങനെ ഇവന്മാർ ചെവിയിലോ പഞ്ഞിയെങ്ങനെ തിരികെ കയറ്റിട്ടാണോ എന്തോ നിൽക്കണം. കനവാണ്, കുളിരാണ്, മലബാർ. ഗൈസ്, ഇത്രയും ആളുകളെയും വിളിച്ചിട്ട് ഒരു സ്റ്റേജും കെട്ടിക്കൊടുത്തിട്ട് അതിന്റെ മണ്ട കയറുന്ന പാടത്തെ പാട്ട് കേട്ടോ. മലബാർ കുളിര് ഇറലടാ പറയും. പറഞ്ഞിട്ട് കാര്യമില്ല. കഴിവുള്ളവർ അത് വെച്ച് കഴിവുകൾ കാണിക്കും, കഴിവില്ലാത്തവര് ഇത് കണക്ക് കഴിവേറത്തരം കാണിച്ചു. എന്നാൽ ഇജ്ജാതി അപരാധങ്ങൾ ഇത്ര പബ്ലിക്കായിട്ട് ഒന്ന് കാണിക്കണമെങ്കിൽ അതിന് കുറച്ച് തൊലി കെട്ടിയൊന്നും പോരാ. ഓക്കെ ഗൈസ്, ഇന്നത്തെ ഉറപ്പിക്കൽ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഉറപ്പിക്കലുമായി വീണ്ടും കാണുന്നവർ ബൈ ബൈ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആരും കേട്ടോ. ഓക്കെ, അപ്പം പറഞ്ഞ പോലെ